സംബന്ധിച്ച് എനിക്കറിയില്ല. പക്ഷെ ഞാന് ഇത് ആൽക്കോളിക്സ് അനോണിമസിലെ 12 പടികളിലുള്ള ഒരു ആത്മീയ തത്വങ്ങള് ഓരോ പടികളിലും പറയുന്നു. ഒരു ധാർമ്മിക തത്വങ്ങൾ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാവുന്ന ഒരു കാര്യങ്ങൾ. അത് 1-ാം പടിയിൽ നിന്ന് ഓണസ്റ്റി, സത്യസന്ധത, 2-ന്ന് പ്രതീക്ഷ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 5-ാമത്തെ ഇതിൽ നിന്ന് കിട്ടുന്ന ആത്മീയ തത്വമാണ് ഇന്റഗ്രിറ്റി. അതിനെ മാഷ് പറഞ്ഞതുപോലെയുള്ള ആ ഒരു സമന്വയിപ്പിക്കല് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഏല് കാണുന്ന പലപ്പോഴും ഒരു സമഗ്രത എന്ന് അതിൽ പറയുന്നുണ്ട്. ഈ സമഗ്രത എന്നൊക്കെ പറയുമ്പോഴേക്കും ഇത് നമ്മുടെ ഇംഗ്ലീഷ് വേർഡിൽ നിന്ന് എടുത്ത് മലയാളത്തിലോട്ട് ഇട്ടപ്പോഴുള്ള കടുകട്ടി വാക്കുകളാണ്. അപ്പം മാഷ് പറഞ്ഞതാണ് അതിന്റെ ഒരു ശരി. സമന്വയിപ്പിക്കുക, അല്ലെങ്കിൽ സംയോജിപ്പിക്കുക, കൂട്ടിച്ചേർക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ അതാണ്. ഏതായാലും ആൽക്കോളിക്സ് അനോണിമസിൽ വന്നപ്പോൾ മാഷി പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു അതിന്റെ മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വിശ്വാസത്തെ തള്ളി പറഞ്ഞ ആളാണ്. എൻ്റെ വിശ്വാസത്തെ മാത്രമല്ല, ആ ഒരു ദൈവത്തെ പോലെ എനിക്ക് പരിപൂർണ വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവം ഉണ്ട് എന്നുള്ളത് എനിക്ക് പരിപൂർണ വിശ്വാസം ആ സമയത്ത് ഉണ്ടായിരുന്നു. ഞാൻ അത്തരം ഒരു ജീവിത രീതിയിൽ നിന്നാണ് ഞാൻ വളർന്നു വന്നതും ആ ഒരു ജീവിത രീതിയിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് മദ്യം ഞാൻ കുടിച്ചത്. പിന്നീട് മദ്യം കുടിക്കണമെങ്കിൽ പിന്നെ എനിക്ക് ആ ഒരു ജീവിത രീതിയെ എനിക്ക് തള്ളി പറയേണ്ടി വരും. ആ ദൈവത്തെയും എനിക്ക് തള്ളി പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ആ ദൈവത്തെയും ജീവിത രീതിയും ഒക്കെ തള്ളി പറഞ്ഞത്. അല്ലാണ്ട് എനിക്കത് ഇഷ്ടമല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ദൈവമില്ല എന്ന് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ടായിട്ടോ അത്തരം ഒരു രീതി ഞാൻ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് കുടിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ആ വിശ്വാസത്തെയും ജീവിത രീതിയും ഒക്കെ തള്ളി പറഞ്ഞു. പിന്നെ സ്വയം ഞാൻ തന്നെ ഒരു വൃത്തികെട്ട മനുഷ്യനാകാൻ സ്വയം പരിശ്രമിച്ചു. ഈ സിനിമകളിലൊക്കെ കാണുമ്പോൾ കണ്ടിട്ടില്ലേ, വില്ലന്മാരാണ് മദ്യപിക്കുക, അല്ലെങ്കിൽ അത്തരം നീച പ്രവർത്തികളിലോട്ട് റേപ്പ് ചെയ്യുന്നത് വില്ലന്മാര്, അങ്ങനത്തെ പിന്നെ പണം സംബന്ധമായിട്ടുള്ള തട്ടിപ്പുകള്, അടി പിടി കൊലപാതകം, ഇതൊക്കെ സിനിമകളിലുള്ളതൊക്കെ വില്ലന്മാരാണ്. അവരുടെ വേഷവും അവരുടെ ഭാവവും അവരുടെ കാര്യങ്ങളും ഒക്കെ ഞാൻ അങ്ങ് അനുകരിക്കാൻ തുടങ്ങി. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല. എന്റെ പെങ്ങന്മാരൊക്കെ എനിക്ക് ഡ്രസ്സ് തേച്ച് തരുമായിരുന്നു. ഇതിപ്പോ നീ ഇങ്ങനെ റോട്ടിലോട്ട് പോകല്ലേ, ഞങ്ങൾക്ക് നാണക്കേടാ, ഞാൻ തേച്ച് തരാന്ന് പറഞ്ഞിട്ട് അവര് തേച്ച് തരും, എനിക്ക് അയൺ ചെയ്ത് തരും, അലക്കി തരും. പക്ഷെ ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ ഇതൊക്കെ ഒന്ന് ചെളിയിലിട്ട് ഉരുട്ടും, അല്ലെങ്കിൽ ചുക്കി ചുളിക്കും. ഞാൻ എൻ്റെ കയ്യിലിട്ട് ചുക്കി ചുളിച്ചിട്ട് അവരെ മുമ്പിൽ തന്നെ ഞാൻ അത് ഇട്ടിട്ട് ഒരു വൃത്തികെട്ട മനുഷ്യനാകാനുള്ള ഒരു സ്വയം ഒരു തയ്യാറെടുപ്പ് ഞാൻ നടത്തിക്കൊണ്ടിരുന്നു. എന്തിനു വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ കുടിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാണ്ട് പൊടി ഫോമിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കുടിക്കാൻ യോഗ്യനല്ല അത്തരം ആളുകൾ. ഒരു നല്ല വ്യക്തി എന്ന് പറയുന്നത് കുടിക്കാൻ യോഗ്യനല്ല എന്നുള്ള കാഴ്ചപ്പാടാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മോശപ്പെട്ട ഒരു വ്യക്തിയാകാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ശ്രമിക്കുകയും പിന്നീട് അത് എൻ്റെ സ്വഭാവത്തിൽ വരികയും ചെയ്തു. എൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ ആ മോശപ്പെട്ട കാര്യങ്ങൾ മാത്രം, ഏതൊരു നെഗറ്റീവ് ചിന്താഗതികൾ മാത്രം, നിഷേധഭാവങ്ങൾ, മറ്റുള്ളവരെ പിന്നെ പരിഗണിക്കാതിരിക്കുക, അവർക്ക് എന്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുക, ചിലപ്പം ഞാൻ എന്നെ തന്നെ മുറിപ്പെടുത്തുക, ഞാൻ എന്നെ തന്നെ അടിക്കുക, എന്നിട്ട് സ്വയം കരയുക, എൻ്റെ കാര്യത്തിൽ ഞാൻ സ്വയം ഒരു സഹതാപത്തിലേക്ക് എത്തുകയോ ഒക്കെ ചെയ്യുക. അപ്പൊ ഇത്തരം ഒരു കാര്യത്തിലേക്ക് ഞാൻ മനഃപൂർവ്വം ആദ്യം അടുത്തെങ്കിലും പിന്നീട് ഞാൻ പോലും അറിയാണ്ട് അത്തരം കാര്യങ്ങളിൽ ഞാൻ അകപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അത് ശരിക്ക് ആൽക്കോളിക്സ് അനോണിമസിന്റെ ആ 4-ാം പടിയിൽ എനിക്ക് മനസ്സിലായി. ഒരു സ്വന്തമായി ഒരു വിലയിരുത്തൽ ഞാൻ നടത്തി നോക്കുമ്പം എൻ്റെ ധാർമ്മികമായിട്ട് ഞാൻ എത്രത്തോളം അധപ്പതിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ആ 4-ാം പടിയിലാണ്. അതിനെ ഒന്ന് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു പക്ഷേ എൻ്റെ ആ ഒരു ജീവിത രീതിയിൽ നിന്ന് ആ മോശപ്പെട്ട വ്യക്തിയായിട്ട് ഞാൻ സ്വയം മാറാൻ ശ്രമിച്ച, അല്ലെങ്കിൽ പിന്നീട് ഞാൻ മാറിയ ആ ജീവിത രീതി എനിക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പുതിയ ജീവിത രീതിയിലേക്ക് ആൽക്കോളിക്സ് അനോണിമസിന്റെ പടിയിലേക്ക് എത്തിയാൽ. അങ്ങനെ ആ ധാർമ്മിക നിലവാരത്തെ ഞാൻ ഒന്ന് പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ ആ തെറ്റുകുറ്റങ്ങൾ ഞാനങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഈ 5-ാം പടിയിൽ പിന്നീട് പറയുന്നുണ്ട്, ഇത് സ്വന്തമായും വേറൊരു വ്യക്തിയോടും ദൈവത്തോടും കൃത്യമായി ഏറ്റുപറയുക എന്നുള്ളത്. ഇതിപ്പോ 4-ാം പടിയിൽ ഞാൻ കണ്ടെത്തിയപ്പോ തന്നെ ഞാൻ ആകെ
പിന്നെ നാണക്കേടിന്റെ ഒരു ഇതിലായി വരും. ഇത്രയൊക്കെ ഞാൻ ചെയ്ത് കൂട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. ഇതൊക്കെ ആരാ? ഷെരീഫ് തന്നെയല്ലേ ചെയ്ത് കൂട്ടിയത്. 2 ഇരട്ട മുഖമായിട്ട് നടന്ന ഷെരീഫ് ചില സമയത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ എത്രത്തോളം സാധിച്ചുവോ അത്രത്തോളം തന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കാനും സാധിച്ച ഷെരീഫ്. എത്രത്തോളം ഞാൻ ചില സമയങ്ങളിൽ സന്തോഷിച്ചുവോ അത്രത്തോളം ഞാൻ സങ്കടപ്പെട്ട ഷെരീഫ്. അപ്പൊ 2 മുഖവുമായിട്ട് പല കാര്യങ്ങളിലും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഷെരീഫിനെ ആ 4-ാം പടിയിൽ കണ്ടപ്പോഴും ഞാൻ ശരിക്കും ലജ്ജിക്കുക ചെയ്തത്. അപ്പോഴാണ് പിന്നെ കാണുന്നത് 5-ാം പടിയിൽ ഞാനിത് ദൈവത്തോട് പറയാം. എനിക്കത് മനസ്സിലായി. കാരണം ദൈവം ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ചെയ്തിരുന്ന എൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്കും ഇതിന്റെ കുറച്ച് പകുതി കാര്യങ്ങളൊക്കെ എനിക്കും മനസ്സിലായിട്ടുണ്ട് ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളത്. പക്ഷെ കുറച്ചുകൂടി കാര്യങ്ങൾ ആ 4-ാം പടി എനിക്ക് വ്യക്തമാക്കി തന്നു. ഷെരീഫെ, നീ ഇത്രയല്ല ചെയ്തത്, ഇതിൽ കൂടുതൽ നീ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നീ ചെയ്തതാണ് എന്നുള്ളത് മനസ്സിലാക്കി തന്നു. അത് കഴിഞ്ഞപ്പോഴാ പറയുന്നത് ഇത് വേറൊരാളെടുത്ത് പറയണം. എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നി നിൽക്കുന്ന ഈ ഒരു സാധനത്തെ ഞാൻ വേറൊരു വ്യക്തിയോടും കൂടി പറഞ്ഞിട്ട് അയാളുടെ അടുത്തൊന്നും കൂടിയുള്ള ആ കാര്യങ്ങൾ ഞാൻ അനുഭവിക്കണ്ടേ എന്നുള്ള ഒരു പേടി എന്നെ 5-ാം പടിയിൽ തടഞ്ഞു നിർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഞാൻ എന്റെ സ്പോൺസർ എടുത്ത് ഞാൻ തുറന്നു പറഞ്ഞില്ല. ഒന്നില്ലെങ്കിൽ അത് ചില ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഞാൻ തുറന്നു പറഞ്ഞത്. പക്ഷെ എനിക്ക് പിന്നീട് മനസ്സിലായ ഒരു കാര്യമാണ് അത്. അത്തരം ഒരു ഒളിച്ചു വെച്ചുകൊണ്ടുള്ള മറച്ച് അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കൂട്ടി പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കുറച്ച് പറഞ്ഞത് കൊണ്ടോ ഇതിൽ ഒരു കാര്യവുമില്ല. ഞാൻ സത്യസന്ധതയോട് കൂടിയിട്ട് ഞാൻ ഈ കാര്യങ്ങളെ കാണുകയും അത് നല്ല രീതിയിൽ എൻ്റെ ജീവിതത്തിന് മുതൽക്കൂട്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ അത് പിന്നെ ഉപയോഗിക്കുകയും വേണം എന്ന്. അങ്ങനെ നോക്കുമ്പോഴാണ് എൻ്റെ ആ ധാർമ്മിക നിലവാരത്തിൽ ഞാൻ കണ്ടെത്തിയ എൻ്റെ സ്വഭാവ വൈകല്യങ്ങൾ മൂലം മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെയും കാര്യങ്ങളെയും ഒക്കെ ഞാൻ മനസ്സിലാക്കുകയും ആ 5-ാം പടിയിൽ അത് ഞാൻ ദൈവത്തോടും എന്നോട് തന്നെയും എൻ്റെ സ്പോൺസറോടും ഞാൻ അത് പറയുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ആ 5-ാം പടിയിൽ നിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ഞാൻ ആരെങ്കിലും മുമ്പിൽ കാണുന്നു എന്ന് വെച്ചത് കൊണ്ട് ഈ ധാർമ്മിക പിന്നെ നിലവാരത്തിൽ ഞാൻ കണ്ടെത്തിയ സംഗതികളെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിന് അത് ആവശ്യമാണ്. അത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നോ ആഗ്രഹിച്ചുകൊണ്ടോ ഞാൻ ആ ധാർമ്മിക മൂല്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കരുത്. അത് ഒരാളോട് ഇപ്പം ദൈവം കാണുന്നുണ്ട് ഞാൻ എന്തൊരു കാര്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ മറ്റുള്ള ആളുകൾ ചിലപ്പോൾ കാണുന്നില്ല. ഞാൻ ഏതെങ്കിലും ഒരു അത്തരം ഞാനിപ്പോ ലൈംഗികതയുടെ കാര്യമാണെങ്കിൽ ഏതെങ്കിലും ഒരു അത്തരം പ്രവർത്തികൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ ആരും കാണുന്നില്ല, ദൈവമല്ലേ കാണുന്നത്, മറ്റാരും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ ധാർമ്മിക മൂല്യത്തിന് വലിയ ഇതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ആരും എന്നെ പിന്നെ ചോദ്യം ചെയ്യുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ എനിക്കത് ചെയ്യാലോ എന്നുള്ള ഒരു തോന്നല് ഈ സ്പോൺസറെ കണ്ടെത്തുന്നതിന് മുമ്പ് പടികൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. ഇത് സാമ്പത്തിക കാര്യങ്ങളിലായാലും എൻ്റെ പണത്തിന്റെ കാര്യത്തിൽ എനിക്ക് എൻ്റെ ആദ്യത്തെ വീട് പണീന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഞാൻ ആദ്യം ചെയ്തിരുന്ന ഒരു കാര്യം, ഒരു 10,000 രൂപ എൻ്റെ പോക്കറ്റിൽ ബാങ്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു 10,000-2,000 രൂപ ഞാൻ എൻ്റെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെലവഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ആശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ പണമല്ലേ അത്. അത് മാത്രമല്ല എന്നെ ആരും ചോദ്യം ചെയ്യാനും ഇല്ലല്ലോ, പിന്നെ എനിക്ക് എങ്ങനെ ചെലവഴിച്ചാൽ എന്താ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ആദ്യങ്ങളിൽ ഞാൻ ചെയ്തെങ്കിൽ ഞാൻ 5-ാം പടിയൊക്കെ പ്രാക്ടീസ് ചെയ്ത് 4-ാമത്തെ പടിയിലെയും ആ കാര്യങ്ങൾ 5-ാം പടിയിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തപ്പോൾ ആരും കാണുന്നില്ലെങ്കിലും ആരും കേൾക്കുന്നില്ലെങ്കിലും എനിക്ക് എൻ്റെ മനസാക്ഷിയോട് എനിക്ക് സത്യസന്ധത പുലർത്തേണ്ടതുണ്ട്. എന്നേക്കാൾ വലിയൊരു ശക്തി ഞാൻ ചെയ്യുന്നത് മുഴുവൻ അറിയുന്നുണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങളെയും ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ 5-ാം പടിയിൽ പറയുന്നത് പോലെ സ്പോൺസറോട് ഞാൻ പറയേണ്ടതായിട്ടുമുണ്ട്. അങ്ങനെ പറയുമ്പോൾ അതിൽ കുറ്റങ്ങൾ കാണാതിരിക്കണമെങ്കിൽ ഞാൻ സത്യസന്ധമായിട്ട് ഇത്തരം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നെറിയോടെ ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ആരും കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ ജീവിത രീതിയുമായിട്ടും എൻ്റെ മനസ്സാക്ഷിയുമായിട്ടും സമന്വയിപ്പിച്ചുകൊണ്ട് എന്നേക്കാൾ വലിയൊരു ശക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച്
ഞാൻ ജീവിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നേരത്തെ മാഷ് പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് എന്നെ സ്വീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുക. അങ്ങനെ മറ്റുള്ളവർക്ക് ഞാൻ ഒരു സ്വീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ ചിലപ്പം എനിക്ക് കുറച്ച് സന്തോഷങ്ങളും സമാധാനങ്ങളും ഒക്കെ അവരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ഉണ്ടാകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടും. അത് കൂടുതൽ കൂടുതൽ സന്തോഷത്തിലേക്കും ഇതിലേക്കും ഒക്കെ സാധിക്കും. ഏതായാലും ഇതിൽ കൂടുതൽ എനിക്ക് ആ ഒരു സമഗ്രത അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തെ കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കില്ല. ഏതായാലും അടുത്തൊരു സ്പീക്കറും കൂടി നമുക്കുണ്ട്. അദ്ദേഹത്തിൽ നിന്നും കൂടിയൊക്കെ കേൾക്കാം. ഏതായാലും എല്ലാവർക്കും ഒരു മധുരഹിത ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്